ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ജേർണൽ സപ്ലീസൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് ജേർണൽ ഡയറിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള പേജ് കുറച്ച് അത്യാവശ്യം കട്ടിയുള്ളൊരു A4 സൈസ് പേപ്പേഴ്സാണ്. അപ്പോൾ ഞാനത് A5 സൈസാക്കി കട്ട് ചെയ്തിട്ട് അതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ടാണ് ഇതേപോലെ ഗം വെച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരേ ലെവലിൽ ഇതേപോലെ കട്ട് ചെയ്യാണ്ട് തന്നെ ഫോൾഡ് ചെയ്ത് ഒരേ ലെവലിൽ വെച്ചിട്ട് നമ്മൾ എന്താക്കുക, ഇതേപോലെ ഗം വെച്ചിട്ട് ഒരു ഓവർ നൈറ്റ് ഫുള്ളായിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഫൈനലി നമ്മളെ ഡയറി ഇതേപോലെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഉണങ്ങിയിട്ട്. പിന്നെ എന്നിട്ട് ഞാനതൊരു കവർ സെറ്റാക്കുകയാണ്, അതായത് ജേർണലിൻ്റെ ഒരു കവർ, അല്ല ഡയറിക്ക് വേണ്ടിയിട്ടൊരു കവർ സെറ്റാക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴയൊരു നോട്ട്ബുക്കിൻ്റെ പിന്നെ ചട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനത് അതേ അളവിലൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. പിന്നെ അതിനൊന്ന് ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചാർട്ട് പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഉള്ള സപ്ലീസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് അതിനായിട്ട് സാധനങ്ങളൊന്നും വാങ്ങുന്നു വേണ്ട. നിങ്ങൾക്ക് A4 ഷീറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ പഴയ നോട്ട്ബുക്കിൻ്റെ പേജസ് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അതിനൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം, സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടും അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ ഗ്രിഡ് ലൈൻ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ബ്രഷ് പെന്ന് ഡോംസിൻ്റെ പിങ്ക് കളറാണ്. അപ്പം ഗ്രിഡ് ലൈൻ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു എസ്തെറ്റിക് ഒരു ക്യൂട്ട് ലുക്കൊക്കെ വരും. പിന്നെ അതിന് ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഞാൻ ഒന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചിരുന്നു. അത് സാധാ പേപ്പറിലാണ് കേട്ടോ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അതും ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മളെ മെയിനായിട്ടാണ് സ്റ്റിക്കേഴ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനും അതുപോലെ തന്നെ അത് ഒട്ടിക്കാനൊക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു തീം സെലക്ട് ചെയ്ത് ആ തീമിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ സ്കെച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. ഞാൻ ആപ്പ് വഴി. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരച്ചാൽ മതി. ഞാൻ കുറച്ചുകൂടെ ഒരു വൃത്തിയിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്താക്കിയത് സ്കെച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അധികം കളേഴ്സും കാര്യങ്ങളൊന്നും യൂസ് ആക്കാത്തൊരു സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പിങ്ക് കളർ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫൈനലി ഇതെല്ലാം ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് സ്പേസ് വിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻസുലേഷൻ ടാപ്പിൽ ഇതേപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഇൻസുലേഷൻ ടാപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് അതും കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പ്രോസസ്സ് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ, കാരണം നമ്മളെ കയ്യിലിങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബട്ടർ പേപ്പറാണ്. ആ ബട്ടർ പേപ്പറിൽ ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വാഷി ടേപ്സാണ്. വാഷി ടേപ്സ് ഏകദേശം ഞാനൊരു പിങ്ക് തീം തന്നെയാണ് കേട്ടോ കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. വാഷി ടേപ്സ് ഇതേപോലെ കുറച്ച് ഒരു ഷീറ്റ് എടുത്തിട്ട് പിങ്ക് കളറിൽ ഇതേപോലെ കുറച്ച് കളർ പെൻസിൽ വെച്ചിട്ട് സ്ട്രോബെറീസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചുറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് കഷ്ണം, കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് കഷ്ണം റൗണ്ടാക്കി എടുത്തിട്ട് പിന്നെയും കുറച്ച് പശ തേച്ച് അതിന്മേൽ ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വാഷി ടേപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വേറെയും വാഷി ടേപ്സ് ഇതേപോലെ ചെയ്തെടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ ലോങ് വീഡിയോ ആയപ്പോൾ എല്ലാ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്തേക്ക് ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റാമ്പ്സാണ് കേട്ടോ. നമ്മളെ ജേർണലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒട്ടിക്കുന്ന സ്റ്റാമ്പ്സും കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഒരേ ലെവലിൽ ഇതേപോലെ കള്ളികളൊക്കെ വരച്ച് ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ ഇതൊക്കെ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ചതാണ് കേട്ടോ. ഇത് ഞാൻ പ്രിൻട്രസ്റ്റിൽ നോക്കിയിട്ടാണ് ഓരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും പ്രിൻട്രസ്റ്റിൽ നോക്കിയാൽ ഇതുപോലത്തെ ഒരുപാട് റെഫറൻസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതേപോലെ ചെയ്താൽ മതി. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കളറും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി അതിൽ ശരിക്കും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ടു ഡു ലിസ്റ്റ് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ പ്രിൻ്റ് എടുത്താണ് കേട്ടോ. ഞാൻ പാറ്റേൺ പേപ്പറൊക്കെ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഇതേപോലെ പ്രിൻ്റ് എടുത്താണ്. അപ്പോൾ ടു ഡു ലിസ്റ്റ് ഞാൻ 2 ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടും പിന്നെ അതേപോലെ തന്നെ പശ വെച്ച് ഒട്ടിച്ചിട്ടുമാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, പിന്നെ പ്രിൻ്റ് എടുക്കാൻ ഒരു 50 രൂപ ഒരു ഷീറ്റിന് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ പ്രിൻ്റ് എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ പ്രിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സെക്കൻഡ് വണ്ണ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ പശ തേച്ച് ഒട്ടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തിരുന്നു, അതൊന്ന് ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അതും ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ മെയിനായിട്ടുള്ള സ്റ്റിക്കേഴ്സും ഇതേപോലെ തന്നെ ഞാൻ ബാക്കി കുറച്ച് സ്പേസൊക്കെ വന്നപ്പോൾ അതിൽ പിന്നെ സ്റ്റിക്കേഴ്സും ആഡ് ചെയ്ത് ഇതേപോലെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഇതൊന്ന് നമുക്കൊരു എൻവലപ്പിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഒരു എൻവലപ്പും കൂടെ ഇതിൽ മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒരു മെഷർമെൻ്റൊക്കെ നോക്കി ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് വീഡിയോ എടുക്കുന്നത്. കറക്റ്റ് ആവോ ഇല്ലോ എന്നറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പാറ്റേൺ പേപ്പേഴ്സാണ്. പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണൊക്കെ വരച്ചു കൊടുക്കും. ഞാനിതിൽ ഏറ്റവും സിമ്പിളായ പാറ്റേണാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇതേപോലെ സർക്കിൾസ് ഇട്ടിട്ട് ഇതേപോലെ കുറച്ച് സ്മൈൽസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഗ്രിഡും അതേ സെയിം കളറിൽ വരുന്ന ഗ്രിഡ് പാറ്റേൺ ആക്കിയിട്ട് വേറൊരു പേപ്പറിലും കൂടെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പാറ്റേൺ പേപ്പേഴ്സ് നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫൈനലി ഞാൻ വേറൊരു 2 ജേണൽ സെറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ജേണൽ ഡയറി ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതേപോലെ പിന്നെ മൈ ജേണൽ ഡയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്. അപ്പോൾ ഇത്രയും ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജേണൽ സെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് ഐറ്റംസാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.